ഹലോ, വെൽക്കം ടു ചിത്ത വീറ്റ് ലൈറ്റ്സ്. നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാം ഞാനിപ്പോൾ കിച്ചണിലാണുള്ളത്. ഇപ്പം എന്താണ് ഇവിടെ വന്ന് ഒരു വ്ളോഗിന്റെ പർപ്പസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വിചാരിച്ചത് നിങ്ങളെ കിച്ചൺ ജോലികളൊക്കെ എളുപ്പമാക്കാൻ പാകത്തിനുള്ള കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രൊഡക്ട്സ് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത്. അതായത് നിങ്ങൾക്ക് ജോലിയൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഞാനൊരു വർക്കിംഗ് വുമൺ കൂടിയാണ്. അപ്പം കുറച്ചുകൂടി ഈസി ആയിട്ട് നമ്മുടെ ജോലികളൊക്കെ കഴിഞ്ഞു പോവുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ബെറ്റർ അല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് സഹായിക്കുന്ന കുറച്ച് ഉപകരണങ്ങൾ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം. വലിയ വിലയുള്ളതൊന്നും അല്ല, നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള കുറച്ച് പ്രൊഡക്ട്സ് ആണ്. നമുക്കൊന്ന് നോക്കി നോക്കാം എന്തൊക്കെയാണെന്ന്. ഇവിടെ ഇപ്പൊ നമുക്ക് അപ്പാർട്ട്മെന്റ്സിലൊക്കെ താമസിക്കുന്നവരുണ്ടായിരിക്കും. അതായത് പുറം നാടുകളിലൊക്കെ അപ്പാർട്ട്മെന്റ്സ് എടുത്ത് താമസിക്കുന്നവർക്ക് നമുക്ക് ഈ വോൾസിലൊന്നും ഡ്രിൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന് നോർമലി, അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സാധനമാണ്, എന്നാലും ഞാനൊന്ന് പരിചയപ്പെടുത്താം. നോർമലി നമ്മൾ ഇത് വോളിൽ ഹുക്ക് ചെയ്യുന്ന ഒരു സാധനമാണ്. അതായത് ജസ്റ്റ് സ്റ്റിക്ക് ചെയ്ത് വെച്ചാൽ മതി. ഇങ്ങനെ ഈ ഒരു പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആണ്. അതായത് ഇതിനേക്കാളും കുറച്ചുകൂടി ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ഇങ്ങനെ കുറച്ചുകൂടി വലിയ സ്റ്റിക്കേഴ്സ് ഉള്ള ഹാങ്ങേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് സ്റ്റിക്ക് ചെയ്ത് നിൽക്കും. അതിപ്പോ വോളിലെന്നല്ല, ഈ ഒരു ടൈൽസിലൊക്കെ ആണെങ്കിലും സൈഡ്സിലൊക്കെ ഒട്ടിച്ചിരിക്കുന്ന ടൈൽസിലാണെങ്കിലും ഇത് നന്നായിട്ട് നമ്മുടെ സാധനങ്ങൾ പ്രൊഡക്റ്റ് ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അത്യാവശ്യം വെയിറ്റ് ഉള്ളതൊക്കെ നിൽക്കും കേട്ടോ. അങ്ങനെ നമ്മൾ ഡ്രില്ലിങ് ഇല്ലാതെ അല്ലാതെ അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുന്ന വീട്ടമ്മമാരുണ്ടായോ, ഇത് എനിക്കിപ്പോ കിച്ചൺ തവികള് കാര്യങ്ങള് അങ്ങനെ എന്തെങ്കിലും തൂക്കണം എന്നുണ്ടെങ്കിൽ, അതായത് ഹാങ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് സ്റ്റിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഹാങ് ചെയ്യാം. ഇവിടെ 3-4 ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് അമ്മ നോർമലി ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇവിടെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ടീ ബാഗ്. ടീ ബാഗ് നിങ്ങൾക്ക് അറിയാം, ഇത് ലിപ്ടന്റെ ആണ്. ഈ ടീ ബാഗ് ജസ്റ്റ് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചൂട് പാലിലൊക്കെ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ടീ ആയി കിട്ടും. പക്ഷെ ഇത് നമുക്ക് നാട്ടിലെല്ലാ വീട്ടിലും ഒന്നും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു കാര്യമല്ല ടീ ബാഗ്. നമ്മൾ സാധാരണ എല്ലാവർക്കും വേണ്ടിയിട്ട് ചായ ഇടുന്നു. അതല്ലെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു ചായയൊക്കെ ആണെങ്കിൽ അതിനുവേണ്ടി നമ്മൾ ടീ ബാഗ് ഒന്നും വാങ്ങി സമയം കളയില്ല. അപ്പൊ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് ഇത്. അതായത് നമുക്കിപ്പോ ഗ്രീൻ ടീ വേണം, അല്ലെങ്കിൽ ഏലക്ക ഇട്ടിട്ട് ഒരു ചായ വേണം എന്നൊക്കെയുള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് കുറച്ചുകൂടി ഉപകാരപ്രദമാണ്. നമ്മളിപ്പം അരിക്കുക എന്നുള്ളൊരു പർപ്പസ് ഇതുകൊണ്ട് നമുക്ക് വേണ്ടാന്ന് വെക്കാം. ടീ ബാഗിന്റെ സെയിം പർപ്പസ് വരുന്ന ഒരു സാധനമാണിത്. അതായത് ഇത് ഇങ്ങനെ ഓപ്പൺ ചെയ്യും. ഓപ്പൺ ചെയ്തതിനു ശേഷം ഇതിനകത്തേക്ക് നമ്മൾ തേയില ഇട്ട് കൊടുക്കും. തേയിലയുടെ കൂടെ ഇഞ്ചി ചതച്ചതോ അതല്ല നിങ്ങൾക്ക് ഏലക്കാപ്പൊടിയോ അങ്ങനെ എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. നമ്മുടെ ആ ചായക്ക് അകത്തേക്ക് വീഴാതെ നോർമലി നമ്മൾ അരിപ്പ യൂസ് ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് ഈസി ആയിട്ട് അത് ചെയ്യാൻ പറ്റും. രണ്ടാമത് അരിച്ചെടുക്കുന്ന ഒരു കാര്യം നമുക്ക് ഇതുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒഴിവാക്കാം. കണ്ടോ, ഇങ്ങനെയാണ് ഇത് ഓപ്പൺ ചെയ്യുക. ഇത് കുറച്ചുകൂടി ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇപ്പൊ ഒരാൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള ചായ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ടീ ബാഗ് ഇല്ല എന്നുണ്ടെങ്കിൽ, ടീ ബാഗ് കുറച്ചുകൂടി ഈസി പർപ്പസ് ആണ്. പക്ഷെ ഇഞ്ചിയൊക്കെ ഇട്ടൊരു ചായ വേണം എന്നൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് കുറച്ചുകൂടി എളുപ്പമാക്കും കാര്യങ്ങൾ. ഷേക്ക് ബോട്ടിലാണ്. അതായത് നമ്മളിപ്പോ ഷേക്ക് ഒക്കെ അടിക്കുകയാണ്, ഇപ്പൊ നമുക്ക് കുറച്ച് ചൂട് പാൽ ഒഴിച്ചു ഒരു ഹോർലിക്സോ മറ്റോ ഒന്ന് ഷേക്ക് ചെയ്ത് എടുക്കണം എന്നുണ്ടെങ്കിൽ നോർമലി ഇത് യൂസ് ചെയ്യാറുണ്ട്. ഇത് ജിമ്മിലൊക്കെ പോകുന്ന ആളുകളുടെ വീട്ടിൽ ഈ സാധനം ഒരു മസ്റ്റാവാണെന്ന് ഞാൻ പറയും. പ്രോട്ടീൻ പൗഡേഴ്സ് ഒക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് ഷേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യും. ഇതിവിടെ 2 ഉണ്ട്. ഏട്ടൻ ജിമ്മിലൊക്കെ പോകുമ്പോൾ ഉപയോഗിക്കുന്നതാണ്. നല്ല ഒരു ബോട്ടിലാണ് കേട്ടോ, ഭയങ്കര വെർത്തിറ്റാണ്. ഇത് ഇതുപോലെ ഓൺലൈനിൽ നിന്ന് തന്നെ വാങ്ങിയതാണ്. വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പീലേഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും പീലർ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇൻസ്റ്റെഡ് ഓഫ് ദിസ് ഇത് പ്രിഫർ ചെയ്യുന്ന ഒരു സാധനമാണ്. അതായത് ഇത് നമുക്ക് 3-4 ടൈപ്പ് അങ്ങനത്തെ രീതിയിൽ നമുക്ക് പീൽ ചെയ്തെടുക്കാൻ പറ്റും. അതാകുമ്പോൾ നമ്മൾ ഓൾറെഡി പേ ചെയ്യാണ്, വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള തുകയേ ഉള്ളൂ. പക്ഷെ നമ്മൾ എന്തായാലും പേ ചെയ്യുമ്പോൾ അത് വെർത്തിറ്റ് ആവുന്നത് ഇതിലാണെന്ന് തോന്നിയിട്ടുണ്ട് ഇതിനേക്കാളും. അതായത് ഞാൻ നിങ്ങൾക്ക് പീൽ ചെയ്ത് കാണിക്കാം. ഈ ഒരു രീതിയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ചുരണ്ടി പോകുന്ന രീതിക്കാണ് ഇത് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ കുറച്ച് തിരിച്ചു വെക്കുമ്പോൾ ഈ ഒരു പീലർ വരും. ഈ പീലർ ആണെന്നുണ്ടെങ്കിൽ നോർമലി ഇത് ഫുള്ളി ചീകിങ്ങനെ പോരും. ഇത് പല രീതിയിൽ നമുക്ക് ഹെൽപ്ഫുൾ ആണ്. കാര്യം ഒരുപാട് അങ്ങോട്ട് ഉള്ളിലേക്ക് കയറി പോകാതെ അതിന്റെ ഈ ഒരു തോല് മാത്രം ജസ്റ്റ് ചെത്തിവിടും. അതേസമയം ഈ പീലറാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടുതലും ക്യാരറ്റ് കൂടുതലും ഇങ്ങി പോരും. കണ്ടോ, ഇത് തമ്മിലുള്ള വ്യത്യാസം അതാണ്. അപ്പൊ ഞാൻ കുറച്ചുകൂടി കൂടുതൽ പ്രിഫർ ചെയ്യുക ഇതാണ്. ഇനി നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത് വളരെ എനിക്ക് പേഴ്സണലി വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണിത്. ഈ വെളുത്തുള്ളി അല്ലെങ്കിൽ ഇഞ്ചിയോ വെളുത്തുള്ളിയോ എന്തോ ആയിക്കോട്ടെ, അത് ഭയങ്കര അടിപൊളിയായിട്ട് ഇത് സെറ്റ് ചെയ്ത് തരും. നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഹോളാണ്. ഓക്കെ, ഇങ്ങനെ നമ്മൾ ഇട്ട് കൊടുക്കും. അത് നമ്മൾ ഈ ഒരു രീതിയിൽ ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്യും. ഹോൾഡ് ചെയ്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ക്രാക്ക് ചെയ്യുന്ന വയസ്സ് ഇങ്ങനെയാണത് വരിക. അതായത് വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള രീതിയിൽ
ഗാർലിക് ചോപ്പ് ചെയ്ത് വരും. ജോലി ഭയങ്കര എളുപ്പമാക്കാൻ പാകത്തിന് ഉള്ള ഒരു സാധനമാണ് കേട്ടോ ഇത്. ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സാധനമാണ്. വളരെ ചെറിയ തുകയേ ഉള്ളൂ, വളരെ ചെറിയ തുക. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഈ കാണിക്കുന്ന ഒരു സാധനത്തിനും നിങ്ങളുടെ ബഡ്ജറ്റിനപ്പുറത്തേക്ക് വില പോവുകയും. നെക്സ്റ്റ് ഐറ്റം സ്പാച്ചുല. സ്പാച്ചുല പക്ഷേ ആക്ച്വലി എനിക്കിത് ഇവിടെ വന്നതിന് ശേഷം സുപരിചിതമായ ഒരു പ്രൊഡക്റ്റ് ആണ് ഈ സ്പാച്ചുല. ഞാൻ അമ്മ യൂസ് ചെയ്യുന്നത് കാണുമ്പോൾ ഞാൻ ചോദിക്കായിരുന്നു അതൊക്കെ എന്താ സാധനം എന്ന്. ഇത് പക്ഷേ ഭയങ്കര ഒരു മസ്ഹാവാണെന്ന് ഞാൻ പറയും. നമ്മുടെ കിച്ചണിൽ ഭയങ്കര യൂസ്ഫുൾ ആണ് ഈ പ്രൊഡക്റ്റ്, ഭയങ്കര യൂസ്ഫുൾ ആണ്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു മിക്സിയിൽ നമ്മൾ മാവ് അരയ്ക്കുന്ന ടൈമിൽ കൂടുതലും മാവ് മിക്സിയിൽ തന്നെ പറ്റിയിരുന്ന് പോവാറുണ്ട്. പക്ഷെ സ്പാച്ചുല ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവുകയില്ല. അതിപ്പോ കറി എന്നായാലും ഇപ്പം കറി വെച്ച പാത്രത്തിൽ നിന്ന് ഒരു ചെറിയ പാത്രത്തിലേക്ക് സെർവ് ചെയ്യുകയാണെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ നമ്മൾ ഫുള്ളി അത് മാറ്റുകയാണെന്നിരിക്കട്ടെ, നമുക്ക് മൊത്തം, അതായത് ആ പാത്രത്തിലുള്ള മൊത്തം സാധനങ്ങളെ അങ്ങനെ വടിച്ച് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് സ്പാച്ചുല. നമുക്കിപ്പോ ഒരു മിക്സിയുടെ ജാറിൽ നമ്മൾ മാവരച്ചു, നമുക്ക് അറിയാം മിക്സിയുടെ ജാറിൽ നിന്ന് നമുക്ക് ഒത്തിരി ഒന്നും കൈയിട്ട് എടുക്കാനോ സ്പൂണിട്ട് എടുക്കാനോ ഒന്നും പറ്റില്ല. പക്ഷെ സ്പാച്ചുല ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു തുള്ളി പോലും വേസ്റ്റേജ് ഉണ്ടാവില്ല. അതായത് നമുക്ക് അങ്ങനെ വടിച്ചിങ്ങെടുക്കും. അതായാലും ചെറുതെന്ന് വെച്ചാൽ നമ്മൾ മിക്സിയിലൊക്കെ, ചെറിയ മിക്സിയിൽ നിന്നൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെറുതെടുത്തിരിക്കുന്നത്. അതുപോലെ വലുത് അമ്മ ഈ ബോട്ട് പാത്രം, കറിപ്പാത്രങ്ങളിൽ നിന്നൊക്കെ നമ്മൾ മാറ്റി വെക്കുമ്പോൾ നമ്മളിത് യൂസ് ചെയ്യും. ഇത് ഒട്ടും വേസ്റ്റേജ് ഉണ്ടാക്കാത്തൊരു പ്രൊഡക്റ്റാണ്. അപ്പോൾ നമുക്കിതൊരു അടിപൊളി സാധനമാണ്. ഇതൊരു ഓയിൽ ഡിസ്പെൻസർ ആണ് കേട്ടോ. അതായത് നമ്മളിപ്പോൾ എയർ ഫ്രയറിലൊക്കെ വെക്കുന്ന സാധനങ്ങൾ, ഇപ്പം അധികം ഒന്നും ഓയിൽ യൂസ് ചെയ്യണ്ട, ഒരു രീതിയിൽ എയർ ഫ്രയറിലൊക്കെ നോർമലി നമ്മൾ യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒലിവ് ഓയിലൊക്കെ ജസ്റ്റ് ഒന്ന് തൂങ്ങി കൊടുക്കുക അല്ലെങ്കിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യാറുള്ളൂ. അതുപോലെ തന്നെ വീട്ടിൽ ഒരുപാട് എണ്ണ യൂസ് ചെയ്യണ്ട എന്നുള്ള ആൾക്കാരാണെങ്കിൽ ഈ ഓയിൽ ഡിസ്പെൻസർ ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു സാധനമാണ്. അതായത് ഇതിനകത്ത് നമ്മൾ എണ്ണ ഒഴിച്ചു വെക്കുക. എണ്ണ ഒഴിച്ചു വെച്ചതിന് ശേഷം ഇത് നമുക്ക് നോർമൽ സ്പ്രേയിങ് ആണ്. ഇതിന്റെ ഒരു സ്പ്രേ ബോട്ടിലിന്റെ പർപ്പസ് തന്നെയാണ് ഇത് യൂസ് ചെയ്യുന്നത്. അതായത് നമ്മളൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ മീറ്റിന്റെ മണ്ടക്കത്തേക്ക് അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ മാത്രം മതി. നമ്മൾ എത്ര വിചാരിക്കുന്നു അത്ര മാത്രമേ ആവുന്നുള്ളൂ. അല്ലാതെ കൂടുതൽ എണ്ണയുടെ ഒരു ഉപയോഗം നമുക്ക് ഇതുകൊണ്ട് കുറയ്ക്കാൻ പറ്റും. ഈ കത്രിക ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാവാൻ സാധ്യത കുറവ്. കുറച്ച് അടുത്ത് കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ പർപ്പസ് മനസ്സിലാവുന്നുണ്ടാവും. ലീഫി വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്യാൻ പാകത്തിന് ഉള്ള ഒരു സിസറാണ് ഇത്. ഇത് ഇച്ചിരി കൂടെ ഈ ക്യാമറയിൽ കാണുന്നതിനൊക്കെ കുറച്ചുകൂടി ചെറുതാണ് കേട്ടോ സാധനം. പക്ഷെ ഞാൻ പറയും നിങ്ങളിത് വാങ്ങിക്കണ്ട. ഇത് ആക്ച്വലി അത്ര വെർത്തിട്ടല്ല. നമ്മൾ വിചാരിക്കുന്നത് പോലെ ഇത് ലീഫി വെജിറ്റബിൾസിനെ ഭയങ്കരമായിട്ട് കട്ട് ചെയ്ത് മാറ്റില്ല. അതുപോലെ തന്നെ ഇച്ചിരി തിക്കായിട്ടുള്ളൊരു വെജിറ്റബിൾ കട്ട് ചെയ്യാനും പറ്റും. വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇത് അത്ര ഓക്കെ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് അല്ല. വളരെ മൈന്യൂട്ട്, ഒന്നാമത് സാധനം ചെറുതാണ്, അതിന്റെ കൂട്ടത്തിൽ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു എമൗണ്ട് കയറ്റി വെക്കുമ്പോൾ തന്നെ ഇത് നന്നായിട്ട് കട്ട് ആവില്ല. അപ്പം ഇത് ഈ പ്രൊഡക്റ്റ് ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യില്ല. പക്ഷെ ഇതിന്റെ നല്ല പ്രൊഡക്റ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി സാധനം വെർത്തിട്ടായിരിക്കും. കുറച്ചുകൂടി വലിയ സിസർ, കുറച്ചുകൂടി മൂർച്ചയുള്ളത്, അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് നല്ലതായിരിക്കും. എനിക്കിത് ഉപകാരപ്പെടുമെന്ന് വിചാരിച്ച് വാങ്ങിച്ചതാണ്, പക്ഷെ ഉപകാരപ്പെട്ടില്ല. ടെമൂന്ന് നിങ്ങൾ ഇത് പർച്ചേസ് ചെയ്യരുത്. ആക്ച്വലി ടെമെന്ന് വരുന്ന സാധനം ഇതാണ് കറക്റ്റ്. മിക്കവരുടെയും വീട്ടിലുണ്ടാവും ഈ കത്രിക. വീട്ടമ്മമാരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. നിങ്ങൾ ഈ പിച്ചാത്തിയിലൊക്കെ മീൻ കട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിലുണ്ടാവുന്ന മുറിവുകളൊക്കെ മാക്സിമം ഒഴിവാക്കാൻ ഈ കത്രിക നമ്മളെ സഹായിക്കും. ഇത് ഞാൻ പറഞ്ഞു തന്നിട്ട് വേണ്ട, നിങ്ങൾക്കറിയാം. നിങ്ങൾക്ക് കുറച്ചുകൂടി സുപരിചിതമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ഇത്. വളരെ അറിയാവുന്ന ഒരു പ്രൊഡക്റ്റാണ്. പക്ഷെ ഇതിന്റെ ഈ ഒരു സൈഡ് വെച്ച് നമുക്ക് അതിന്റെ ചികളകളൊക്കെ കളയാൻ പറ്റും. അതുപോലെ തന്നെ ഭയങ്കര മൂർച്ചയുള്ള ഒരു കത്രികയാണ്. അതുകൊണ്ട് മീനിന്റെ വാലും ചിറകും ഒക്കെ നന്നായിട്ട് കട്ട് ചെയ്ത് മാറ്റാൻ പറ്റും. നിങ്ങൾക്ക് ഇത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ മീൻ വെട്ടുന്നത് ഒരു വലിയ ഭാരമായിട്ട് ഫീൽ ചെയ്യില്ല. അതുപോലെ തന്നെ ഇത് ഐസ്ക്രീം സ്കൂപ്പ് ചെയ്യുന്ന സാധനമാണ്. ഇതിങ്ങനെ നമുക്ക് കുട്ടികളൊക്കെ ഉള്ള വീട്ടിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് പാക്കറ്റിൽ ഐസ്ക്രീം വാങ്ങിയതിന് ശേഷം ഇപ്പോൾ നമുക്ക് അവർക്കൊരു സ്കൂപ്പായിട്ട്, അവർക്കൊരു കൗതുകമാണ്. ഇതൊരു മസ്താവൊന്നും അല്ല, പക്ഷെ ഉണ്ടെങ്കിൽ നല്ലതാണ്. കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ അവർക്കത് കാണുമ്പോൾ കടകളിലൊക്കെ ഇരിക്കുന്ന മാതിരി സ്കൂപ്പായിട്ട് നമുക്ക് ഐസ്ക്രീം സെറ്റ് ചെയ്യാൻ പാകത്തിന് ഇത് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഒരു സാധനം, ഇത് ആക്ച്വലി ഗാർലിക് സ്മാഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വാങ്ങിയത്. പക്ഷെ ഇത് ഗാർലിക്കില് കുറച്ചുകൂടി നമ്മൾ നല്ല ബലം കൊടുക്കണം. ഇത് ടെമൂന്നാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. നമ്മളിപ്പോ വെളുത്തുള്ളി വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് അമക്കി കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു ഭാഗത്ത് വെളുത്തുള്ളി ഇങ്ങനെ പീസ് പീസായിട്ട് വന്നിരിക്കും. പക്ഷെ ആക്ച്വലി ഇത് വെളുത്തുള്ളി കട്ട് ചെയ്യാൻ ഞാൻ മുമ്പേ കാണിച്ചില്ലേ, അത് തന്നെയാണ് നല്ലത്. ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാനിത് ഉപയോഗിക്കുന്നത് പൊട്ടറ്റോ ഒക്കെ സ്മാഷ് ചെയ്യാൻ. അതായത് നമുക്ക് ഇത് വേവിച്ച പൊട്ടറ്റോസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് സ്മാഷ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് വെന്ത് നിൽക്കുന്ന പൊട്ടറ്റോസ് ഒക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കാറുണ്ട്.
ഈ സാധനം നമുക്ക് ചൂടുള്ള പാത്രങ്ങൾ ക്ലച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇതിന്റെ ചെറുതും ഇതിന്റെ വലുതും ഉണ്ട്. ഇത് നമുക്ക് കൈയൊന്നും പൊള്ളാതിരിക്കാൻ ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. ഇതും നിങ്ങൾക്ക് അറിയാവുന്ന ഒരു സാധനമാണ്. ഞാൻ നിങ്ങളെ ഇതെല്ലാം കാണിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി എളുപ്പമാക്കാൻ പാകത്തിന്. ഇതൊക്കെ നിങ്ങളുടെ വീട്ടിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുക. നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് നിങ്ങളുടെ വർക്ക് അധികം അങ്ങോട്ട് ഭാരമില്ലാതെ, കിച്ചൺ വർക്ക് എല്ലാവർക്കും ഒന്നും ഇഷ്ടമുള്ള സാധനമല്ല. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കുറച്ചുകൂടി ഈസി ആക്കി തരും. ആണോ മനസ്സിലായില്ല? നമ്മൾ നോർമലി ഇപ്പോഴാണ് കേട്ടോ, ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ വീട്ടമ്മമാരൊക്കെ എപ്പോഴും കയ്യിൽ ഫോൺ കൊണ്ടു നടക്കുന്ന ആളുകളാണ്. എവിടെയെങ്കിലും ചാരി വെക്കണം, എവിടെയെങ്കിലും അങ്ങനെയാണ്. ഇതൊരു ഫോൺ സ്റ്റാൻഡ് ആണ്. കാണുമ്പം ഭയങ്കര ലുക്കൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ പോലും ഇതൊരു വുഡൻ ഫോൺ സ്റ്റാൻഡ് ആണ്. അങ്ങനെ തുരുമ്പ് പിടിക്കുന്ന പ്രശ്നങ്ങളൊന്നുമില്ല നോർമൽ സ്റ്റാൻഡ്സിനൊക്കെ ഉള്ളതുപോലെ. അപ്പൊ നമ്മൾ ഇതിനകത്തേക്ക് ഫോൺ കയറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു സ്ഥലത്തേക്ക് ജസ്റ്റ് ഫോൺ സ്റ്റാൻഡ് എങ്ങനെയാണോ നമുക്ക് യൂസ്ഫുൾ ആവുന്നത്, അതുപോലെ തന്നെ ഈ ഒരു വുഡൻ ഫോൺ സ്റ്റാൻഡും നമുക്ക് യൂസ്ഫുൾ ആവും. ഇതും ഓൺലൈനിൽ തന്നെ വളരെ ചീപ്പ് പ്രൈസിന് കിട്ടും, കുഴപ്പമൊന്നുമില്ല. ഇതിവിടെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ചോപ്പർ. നിങ്ങൾക്ക് അറിയാവുന്ന സാധനമാണ്. ഇതൊന്നും പുതിയ സാധനങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പുതിയ സാധനങ്ങൾ പരിചയപ്പെടുത്തുക എന്നുള്ളതല്ല. നിങ്ങൾ കുറച്ചുകൂടി ഈസി ആയിട്ട് നിങ്ങളുടെ ജോലികളൊക്കെ നിങ്ങൾക്ക് കിച്ചണിൽ ചെയ്യാൻ പാകത്തിനുള്ള സാധനങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തുക എന്നുള്ള പർപ്പസാണ്. അതുകൊണ്ട് ചോപ്പർ മസ്റ്റ് ഹാവ് ആണ്. ഭയങ്കര ഈസി ആയിട്ട് നിങ്ങളുടെ ഈ അരിയുന്നൊരു പർപ്പസ് ഈസി ആക്കി തരാൻ ചോപ്പറിന് പറ്റും. ഇവിടെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു ചോപ്പറാണിത്. ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ മറ്റേതിൽ അരിയുന്നത് എനിക്ക് സെപ്പറേറ്റ് വേണം എന്നുള്ളതുകൊണ്ടാണ്. അതല്ല, നിങ്ങൾക്ക് എല്ലാം കൂടി ഒരുമിച്ച് മതി എന്നുണ്ടെങ്കിൽ ഇതിനകത്തോട്ട് ഒരുമിച്ചിട്ട് 2 കറക്കലിന്റെ ആവശ്യമുള്ളൂ, നിങ്ങളുടെ പണി കഴിഞ്ഞു. നിങ്ങൾ ഈ കുറേ മിനിറ്റ് ഇരുന്ന് അരിയുന്നതിനേക്കാളും എത്ര എളുപ്പമായിട്ടാണ് നിങ്ങളുടെ പണി ഇത് കഴിയുന്നത്. ഇതും നിങ്ങൾക്ക് വെജിറ്റബിള് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഇത്. പക്ഷെ ഇതിന് ഒരുപാട് പഴക്കമുണ്ട് കേട്ടോ. ഇതൊരു ഏകദേശം ഒരു 20 ഇയേഴ്സ് അമ്മ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. ഇതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഇത് ആക്ച്വലി ഇത്ര എക്സ്പെൻസീവ് ആണ്. ആ ടൈമിൽ, അതായത് 20 ഇയേഴ്സിന് മുമ്പ് ഇതിനൊരു 85 റിയാലോളം ഉണ്ടായിരുന്നു. ഇതിന്റെ പർപ്പസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഏത് ടൈപ്പിൽ വേണമെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ വെജിറ്റബിൾസ് അരിഞ്ഞു വരും. അതായത് ഇപ്പൊ നമ്മൾ തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. ഇതാ കണ്ടില്ലേ, കുറച്ചുകൂടി വലുതായിട്ട്, അതിലും ചെറുതായിട്ട്. ക്യാരറ്റൊക്കെ പീൽ ചെയ്യാനോ ഈസിലി നമുക്ക് പറ്റുന്നൊരു സാധനമാണ്. ഭയങ്കര മൂർച്ചയുള്ള ഒരു സാധനമാണ്. നമ്മൾ വിചാരിക്കുന്ന മൂർച്ചയല്ല, ഉറപ്പായിട്ട് നമ്മുടെ കൈ തട്ടിയാൽ മുറിയും. ഇത്രയും വർഷം യൂസ് ചെയ്തതിന്റെ ഒരു അറിവിൽ ഞാൻ റിവ്യൂ പറയുന്ന ഒരു പ്രൊഡക്റ്റാണ് ഇത്. ഇതൊരു ഭയങ്കര അടിപൊളി സാധനമാണ്. ഈ ഒരു പ്രൊഡക്റ്റ് ആക്ച്വലി നമ്മൾ ലീഫി വെജിറ്റബിൾസ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് വാങ്ങിയത്. പക്ഷെ വർത്തിട്ടല്ല കേട്ടോ. കാര്യം ലീഫി വെജിറ്റബിൾസ് ഇതിൽ പ്രോപ്പറായിട്ട് കട്ടായി വരില്ല. അതായത് കുറച്ച് കട്ടി കുറഞ്ഞിട്ടുള്ള പച്ചക്കറികളൊന്നും ഇതിൽ കട്ടായില്ല. അതേസമയം ഇതുപോലുള്ള ക്യാരറ്റ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് കട്ട് ചെയ്ത് ഇങ്ങനെ മാറ്റാൻ പറ്റും. കുറച്ച് കട്ടി കുറഞ്ഞതാണെന്നുണ്ടെങ്കിൽ ഇത് അധികം വർക്കാവില്ല. ഞാനിത് റെക്കമെൻഡ് ചെയ്യൊന്നുമില്ല. ഇത് ഉണ്ടെങ്കിൽ നല്ലത്, ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. അതുപോലെ തന്നെ ഇത് നിങ്ങൾക്കറിയാം, നോർമലി നമ്മുടെ ബോട്ടിൽസ് ഒക്കെ കഴുകാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇത് പല ടൈപ്പ് ഉണ്ട്. അതായത് ചെറിയ ബോട്ടിലുകൾ വരെ കഴുകാൻ പാകത്തിനുള്ള ബ്രഷസ് ആണ് ഇതൊരു ചോപ്പർ പ്ലസ് ക്രാക്കർ ആണ്. ആക്ച്വലി ഇത് ഗ്രൈൻഡ് ചെയ്യാനും യൂസ് ചെയ്യാം, ചോപ്പറായിട്ട് യൂസ് ചെയ്യാം. ഇതിന്റെ ഉള്ളിൽ തന്നെ ഒരു സ്ലൈസർ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് 2 എണ്ണം കൂടെ അവൈലബിൾ ആണ് താൻ. ഇതും ഇതുപോലെ സവാളയൊക്കെ, ഒരുപാട് സവാളകൾ ഉണ്ടെങ്കിൽ നമുക്കറിയാം, നമുക്ക് ചോപ്പറിന് എപ്പോഴും കുറച്ച് ലിമിറ്റ്സ് ഉണ്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് കണ്ടെന്നുണ്ട വെട്ടിയിട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിട്ട്. പക്ഷെ ഇത് അങ്ങനെയല്ല. ഇത് നമ്മൾ ജസ്റ്റ് കുറേ സവാള ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ പ്രിഫർ ചെയ്യുക ഇതാണ്. കാര്യം ഇത് ഒരുപാട് സവാള ഉണ്ട് എന്നുണ്ടെങ്കിൽ നൈസായിട്ട് സെറ്റ് ചെയ്ത് വരും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനിവിടെ ഒരു ലോക്ക് ബട്ടൺ ഉണ്ട്. അപ്പൊ ഇത് ജസ്റ്റ് ഒന്ന് തിരിക്കുമ്പോൾ ഇത് എവിടെയാണോ നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുന്നത് അവിടെ തന്നെ അത് ഫിക്സ് ആയി വരും. ഫിക്സ് ആയിട്ടിരിക്കും, പിന്നെ അത് അനങ്ങില്ല. പിന്നെ നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിനൊരു ഹാൻഡിലുണ്ട്. ജസ്റ്റ് തിരിച്ചു കൊടുത്താൽ മതി. ഉള്ളിൻ്റെ അകത്തേക്ക് ഇടുക, അമക്കുക, തിരിച്ചു കൊടുക്കുക. ആ ഒരു പർപ്പസ് മാത്രമേ ഉള്ളൂ. ഭയങ്കര ഹെവി ആയിട്ടൊന്നും ചെയ്യേണ്ട. വളരെ ഈസി ആയിട്ടുള്ളൊരു സാധനമാണ്. നല്ല പ്രൊഡക്റ്റ് ആണ്. മസ്ഹാബ് ഒന്നും അല്ല, ഉണ്ടെങ്കിൽ നല്ലതാണ്. ഇത് ഇവിടെ ഉണ്ട്. ഞാൻ ഒരുപാട് ഉള്ളികളൊക്കെ ഉള്ള സമയത്ത് യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഇത് മസാല ചീസ് പോലുള്ള സാധനങ്ങളൊക്കെ ജസ്റ്റ് ക്രാക്ക് ചെയ്തെടുത്ത് ഇങ്ങനെ നൂല് പോലെ സെറ്റ് ചെയ്ത് വരും, കുഞ്ഞു രീതിയിൽ. പിന്നെ ഇതും അതുപോലെ തന്നെ നട്ട്സ് ഒക്കെ ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലതാണ്. നട്ട്സ് ഒക്കെ നമ്മളിങ്ങനെ ചെറിയ പൊടികളായിട്ടും തരികളായിട്ടും ഒക്കെ ആക്കി വെക്കാറുണ്ട്, ജസ്റ്റ് ജ്യൂസിനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഞങ്ങൾക്ക് ഇവിടെ ഒരു യൂസ്ഫുൾ പ്രൊഡക്റ്റ് ആണ്.
നാട്ടിലുള്ള അമ്മമാർക്ക് അതൊരു യൂസ് ആണോ എന്ന് ചോദിച്ചാൽ നല്ലതാണ്, ഉണ്ടെങ്കിൽ നല്ലതാണ്, അത്രേ ഉള്ളൂ. ഇത് ഭയങ്കര അടിപൊളി ഒരു പ്രൊഡക്റ്റ് ആണ്. പറയാൻ കാരണം, നമ്മളിപ്പോ ഗ്യാസിന്റെ മണ്ടയ്ക്ക്, ഇപ്പം ഗ്യാസിന്റെ മുകളിൽ നമുക്കൊരു കൊച്ചു ചെറിയ പാത്രം വെക്കണം എന്നുണ്ടെങ്കിൽ ഇതൊരു സ്റ്റാൻഡായിട്ട് യൂസ് ചെയ്യാം. അതല്ല നമുക്കിപ്പോ നേരെ ഇരിക്കാത്ത പാത്രങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് വെച്ചു കൊടുക്കുകയാണെങ്കിൽ അതിനൊരു പ്ലേസ്മെന്റ് കിട്ടും സത്യത്തില്. ഇത് അതുപോലെ തന്നെ അമ്മ ഇവിടെ ഇത് വഴുതനങ്ങ ഒക്കെ പൊള്ളിച്ചെടുക്കുന്നതും ചുട്ടെടുക്കുന്നതും ഒക്കെ കണ്ടിട്ടുണ്ട് ഞാൻ. ഈ സാധനം നല്ലൊരു സാധനമാണ്. ഇത് എങ്ങനെയാ യൂസ് ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാലോ, ജസ്റ്റ് ഗ്യാസ് ഓൺ ചെയ്യുക, അതിന്റെ മണ്ടക്കേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഏത് പാത്രമാണോ പ്ലേസ് ചെയ്യാൻ ബുദ്ധിമുട്ട് അത് ഇതിന്റെ മണ്ടക്കേക്ക് വെച്ച് കൊടുക്കുക. അതൊരു ചെറിയ കപ്പായാലും എന്ത് സാധനമായാലും, ചെറുത് എന്ത് നിങ്ങൾക്ക് അടുപ്പിൽ വെക്കണമെങ്കിലും നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ എന്തെങ്കിലും സാധനം ചുട്ടെടുക്കണം എന്നുണ്ടെങ്കിൽ, ഗ്രില്ല് ചെയ്യണം എന്നുണ്ടെങ്കിലൊക്കെ ഇത് നല്ലൊരു സാധനമാണ്. ഇനി ഞാൻ ഈ പറഞ്ഞ ഇത്രയും ഉപകരണങ്ങൾ ഈ അടുക്കളയിലുണ്ട്. ഇത്രയും സാധനങ്ങൾ നമ്മുടെ ജോലി എളുപ്പമാക്കാനാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. നിങ്ങൾക്ക് അത് ചെയ്താൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും, ഇത് ചെയ്താൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും എന്നൊക്കെ ഞാൻ പറഞ്ഞു. എന്നാലും സാധാരണ വീട്ടമ്മയെ പോലെ തന്നെയാണ് എൻ്റെ അമ്മ ഇവിടെ ഉപയോഗിക്കുന്ന 3 സാധനങ്ങൾ ഇത് 3മാണ്. ഈ പിച്ചാത്തി നിങ്ങൾ കാണുന്ന ലുക്കിലൊന്നും വിലയിരുത്തേണ്ട ഒരാളല്ല. ഇത് ഭയങ്കര മൂർച്ചയുള്ള ഒരു സാധനമാണ് കേട്ടോ. ഭയങ്കര മൂർച്ച എന്ന് വെച്ചാൽ നല്ല അടാറ് മൂർച്ചയുള്ള ഒരു കത്തിയാണിത്. ഇത് ഫക്സ്വെല്ലിന്റെ ഒരു കത്തിയാണ്. അമ്മ ദുബായിൽ പോയ ടൈമിൽ അമ്മയ്ക്കൊരു ആന്റി ഗിഫ്റ്റ് കൊടുത്തിട്ടുള്ള ഒരു സാധനമാണ്. പക്ഷെ ഇത് എത്ര വലിയ വില കൊടുത്ത് വാങ്ങിയ പിച്ചാത്തികളെക്കാളും നല്ല അടിപൊളി മൂർച്ചയുള്ള ഒരു സാധനമാണ്. ഭയങ്കര ഷാർപ്പാണിത്. നിങ്ങൾക്ക് ഈസിലി ഇത് എല്ലാം കട്ട് ചെയ്ത് മാറ്റും. ഈ ഹാമർ എൻ്റെ അമ്മ ഉപയോഗിക്കുന്നത് ഏലക്ക ഇടിച്ചു പൊട്ടിക്കാനാണ്. ഈ ഒരു ഹാമർ എപ്പോഴും മസ്റ്റ് യൂസ് ആണ് അമ്മയ്ക്ക്. അതുപോലെ തന്നെ ഈ ഒരു പിച്ചാത്തി. പിന്നെ അമ്മ യൂസ് ചെയ്യുന്ന പീലർ അതായത് ഇപ്പൊ ക്യാരറ്റ് കൊണ്ടുവന്ന ക്യാരറ്റിന്റെ പകുതിയും പീൽ ചെയ്ത് മാറുമെങ്കിൽ പോലും അമ്മ യൂസ് ചെയ്യുന്ന പീലർ ഇത് തന്നെയാണ്. ഇതാണ് ഈസി എന്നാണ് അമ്മ പറയുന്നത്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, എൻ്റെ അമ്മ ഈ 3 സാധനങ്ങൾ വിട്ട് ഒരു കളിക്കും അമ്മ നിൽക്കാറില്ല. സഹായിക്കാൻ വേണ്ടിയിട്ട് ഈ പ്രൊഡക്ട്സ് എല്ലാം നമുക്ക് ഉപകാരമുള്ളതാണ്. ഇതൊക്കെ എനിക്ക് ഉപകാരമുള്ള സാധനമാണ്. നിങ്ങൾക്ക് ഇതൊക്കെ ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഞാനൊരു ബിഗിനറാണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു.